മനുഷ്യജന്മം വേണ്ടതേ മതിയായി. അതാണ് മനുഷ്യജന്മം വേണ്ട. ഇനി വേറെ എന്തൊക്കെ ജന്മങ്ങളുണ്ട് ഇവിടെ, ഇനി വേണ്ട. അതാണ് മനുഷ്യജന്മം. ഒരു അതിൻ്റെ സുഖമൊക്കെ അറിഞ്ഞല്ല. ഇനി വേറെ ഏതെങ്കിലും ജന്മത്തിൽ വരണമെന്നുള്ള ആഗ്രഹം. മനുഷ്യരൊക്കെ ഇഷ്ടമാണ്, നല്ല മനുഷ്യരെ എപ്പോഴും ഇഷ്ടമാണ്. നല്ല മനുഷ്യരില്ല, അതാണ് പ്രശ്നം. എപ്പോഴും അവനവൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാവുന്ന ആളുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ ലാഭത്തിന്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാവുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എന്ത് വേണം ചെയ്യാം. അത് അതൊക്കെ മൃഗങ്ങളിലുണ്ട്. എന്തൊക്കെ കുരങ്ങൊക്കെ കാണിക്കുന്ന കോമഡി അവരുടെ ഇടയിലല്ലേ അവരിരിക്കേണ്ടതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതൊക്കെ. മത്സ്യങ്ങൾ കോമഡി കാണിക്കേണ്ടത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല ഒന്നിനും. നമുക്കൊരു ജന്മം നടക്കുന്ന എല്ലാത്തിനും നോട്ട് ചെയ്യണം. നമ്മളൊന്നിനും നോട്ട് ചെയ്യില്ല. നമ്മൾ കുറേ മനുഷ്യന്മാരെ മാത്രം നോട്ട് ചെയ്തിരിക്കുകയാണ്. അവൻ പണക്കാരനാവുന്നതും ഇവൻ പണക്കാരനായതും മാത്രം നമ്മൾ നോട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും മുകളിലോട്ടല്ലേ നോക്കുള്ളൂ, താഴോട്ടൊരാളും നോക്കില്ല. ആ മൃഗങ്ങൾക്ക് ഉണ്ടാവുന്ന നാഷണൽ അവാർഡ് അന്ന് അവരുടെ ഇടയിലുണ്ടെന്നേ ഉണ്ടാവും. പിന്നെ വില്ലന്മാരില്ലേ, അപ്പോൾ പിന്നെ കോമഡിക്കാരുണ്ടാവും അവരുടെ ഇടയിൽ. എനിക്ക് മനുഷ്യരെക്കാളും ഇഷ്ടം മൃഗങ്ങളെയാണ്. ജീവിതത്തിൻ്റെ എന്ത് ദുരിതങ്ങൾ വന്നാലും ഫേസ് ചെയ്യണ അവരല്ലേ ഉള്ളൂ. മൃഗങ്ങളല്ലേ എന്ത് ദുരന്തങ്ങൾ വന്നാലും ഫേസ് ചെയ്യണ അവരല്ലേ ഉള്ളൂ. മനുഷ്യൻ ആത്മഹത്യ ചെയ്തോളും. ഏതെങ്കിലും പുലി ആത്മഹത്യ ചെയ്തായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരു മുയൽ ആത്മഹത്യ ചെയ്തായിട്ട് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ആത്മഹത്യ ചെയ്യണ മനുഷ്യനാണ്. ആ ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്യാനും അതിനുള്ള അവൻ പറയുകയും ചെയ്യും. 6 ഇന്ദ്രിയമുള്ള മനുഷ്യനാണ്, ആ ഇന്ദ്രിയമുള്ള മനുഷ്യനാണ്, ചിന്തിക്കാനുള്ള അവസരമുള്ള മനുഷ്യനാണ്. പക്ഷേ മൃഗങ്ങളൊരു 10-1 പോലും ചിന്തിക്കുന്നില്ല മനുഷ്യൻ എന്നുള്ള സത്യം. ഒരു കന്നുകാലിനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിനറിയാം ഏതൊക്കെ ഭക്ഷിക്കണം ഏതൊക്കെ ഭക്ഷിക്കണ്ട എന്നുള്ളത്. നമ്മുടെ ഒരു കൊച്ചിനെ തുറന്നു വിടുകയാണ്. ഏറ്റവും വെച്ചിട്ട് അവൻ ആദ്യം കുഴപ്പമുള്ള സാധനത്തിനെ കയറി പിടിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഇപ്പോൾ സുമേത്ര ദ്വീപുകളിൽ സുനാമി വന്നപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് മരിച്ചു. കെട്ടിയിട്ട് അല്ലാത്ത ഒരു മൃഗം പോലും മരിച്ചിട്ടില്ല. പക്ഷികളൊക്കെ അവിടെ നിന്ന് രാമാനം വിട്ടുകളഞ്ഞു. അറിഞ്ഞിട്ട് അവരേതോ സെൻസ് ഉപയോഗിച്ച് അറിഞ്ഞിട്ട് രാമാനം അവിടെ നിന്ന് വിട്ടുകളഞ്ഞു. ഈ ചന്ദ്രനിൽ പോയ മനുഷ്യൻ ആണ് വെള്ളം കുടിച്ചത് അവിടെ. അപ്പോൾ ആരാണ് അവിടെ ബുദ്ധിമാനും 6 ഇന്ദ്രിയവും ഉള്ളവൻ്റെ ആരാണ്? മൃഗങ്ങൾ തന്നെയാണ്. എനിക്ക് മൃഗങ്ങളെ ഏറ്റവും ഇഷ്ടം, മനുഷ്യരെ ഇഷ്ടമാണ്. അരിക്കൊമ്പൻ്റെ ഭാഗത്ത്. കാരണം അതിൻ്റെ വീട്ടിൽ കയറി മനുഷ്യൻ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളത്തിരിക്കണ്ടേ? അതിന് തിന്നാൻ ആഹാരം എന്ത് ചെയ്യാം? അതിനാഹാരം ഏത് ആ മനുഷ്യർക്ക് അതിനുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ഫ്ലാറ്റ് എടുക്കണം. ഇപ്പോൾ ഫ്ലാറ്റ് ലൈഫ് മിഷൻ അതിൽ അഴിമതിയില്ലേ? അതേപോലെ കുറച്ച് സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് എന്താ ചെയ്യുക? ഫ്ലാറ്റ് കിട്ടുക. ഒരു 10-30 ഏക്കറിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഫ്ലാറ്റ് ഇട്ടിട്ട് പോയി. ഞാൻ പറഞ്ഞ ഒരു ചെറിയ എക്സാമ്പിളാണ്. അതിൽ കാട്ടിൽ തന്നെ കൊണ്ട് വീട് വെക്കണമെന്നുണ്ടോ? അതിന് പ്ലോട്ടിംഗ് ഹൗസുകളുടെ കിട്ടുന്ന അതിലേക്ക് ഇത് ചെയ്യുക. എന്തൊക്കെയുണ്ട്? കാട് മൃഗങ്ങൾക്ക് അധിവസിക്കാൻ മാത്രമല്ല ഉള്ളതല്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് വേറെ പ്രവൃത്തികളില്ലേ മനുഷ്യന് ഉപകാരപ്രദമായുള്ള. അല്ലാണ്ട് ചുമ്മാ കാട് പിടിച്ചിരുന്ന സ്ഥലമല്ല അത്. അരിക്കൊമ്പൻ എന്ന് വെച്ചാൽ പേര് മാത്രമാണത്. ആനകൾ എന്ന് പറയുക. അല്ല, അരിക്കൊമ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പേരല്ലേ ഉള്ളൂ. അരിക്കൊമ്പൻ എന്ന് ആനയുടെ അച്ഛനമ്മ ഇട്ട പേരല്ല, നാട്ടുകാരിട്ട പേരാണ് അരിക്കൊമ്പൻ എന്നുള്ളത്. അത് നാട്ടുകാരിട്ട പേരാണ്. ഇപ്പോൾ PT സെവന ധോണി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച പോലെ അത് ധോണി എന്ന് പറഞ്ഞ് വിളിയേക്കോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ആശ്വാസം, നമ്മളിടുന്ന പേരാണത്. ഒരാന അത്രേ ഉള്ളൂ. എന്ത് തോന്നിയാസോട് കാണിക്കണ മനുഷ്യൻ മൃഗങ്ങളോട്?
കാണിക്കുന്ന മുഴുവൻ ദ്രോഹമല്ലേ. കൊല്ലാൻ കൊണ്ടുപോകണമെന്നറിയാം, എന്നിട്ട് പോലും അതിനെ കൊല്ലാക്കൽ ചെയ്താണ് കൊണ്ടുപോകണത്. ഇത് ലോറിയിലൊക്കെ കൊണ്ടുപോകണുണ്ടല്ലേ, അത് കൊല്ലാൻ കൊണ്ടുപോകണം. ഓക്കെ, അത് ആഹാരത്തിന് വേണ്ടിയാണ്, ആഹാരത്തിന് വേണ്ടി മൃഗങ്ങളും കൊന്നു തിന്നുന്നുണ്ട്. പക്ഷെ കൊല്ലാക്കൊല ചെയ്തിട്ടാണ് മൃഗങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനോട് ഒരു കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. മരിക്കുമ്പോഴെങ്കിലും ഒരു ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അത് ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ട് ഈ എരുമനെയും പോത്തിനെയും പശുവിനെയും കൊണ്ടുപോകുന്നുണ്ട്. പെറ്റത്തള്ള സഹിക്കില്ല, ക്രൂരമായിട്ടാണ് കൊണ്ടുപോകുന്നത് മനുഷ്യൻ. അതിനെ കൊന്നു തിന്നാൻ കൊണ്ടുപോകണം. അവിടെ പോലും ഒരു ദയ കാണിക്കുന്നുള്ളതാണ്. ഏറ്റവും ദുഷ്ടനായ ജീവി മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ സിംഹമാണ് ഏറ്റവും ക്രൂരൻ, അല്ല പുലിയാണ് എന്ന് പറയുന്നുണ്ട്. അത് വിശക്കുമ്പോൾ മാത്രമേ അത് തിന്നുള്ളൂ. അത് വിശക്കുമ്പോൾ മാത്രമേ ഇര പിടിക്കുകയുള്ളൂ. വിശപ്പ് തീർന്ന് അതിൻ്റെ അടുത്തേക്ക് മാനിയൊക്കെ വെറുതെ ഉല്ലാസയാത്ര നടത്താം, അതൊന്നും ചെയ്യില്ല. മനുഷ്യനതല്ല, വിശക്കുമ്പോൾ മാത്രമല്ല മൃഗങ്ങളെ പിടിക്കുന്നത്. പൈസ ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ, മക്കളെ പഠിപ്പിക്കാനൊക്കെ ഇതിനെ കൊല്ലുന്നുണ്ട്. അതാണ് എനിക്ക് മൃഗങ്ങളിഷ്ടം, മനുഷ്യരെക്കാൾ ഇഷ്ടം അത് തന്നെയാണ്. അവരൊരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പശുക്കളെ കൊല്ലരുതെന്ന് പറയുന്നുണ്ട്. ജീവിതകാലം മുഴുവനും ഒരു മനുഷ്യന് വേണ്ടി ജീവിക്കണത്. അതിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന പാല് എല്ലാം അത് അപ്പി വരെ മനുഷ്യൻ വിറ്റ് കാച്ചാക്കിയാണ്. ഒന്നും അതിന് വേണ്ടിയിട്ടല്ല, അതിനെന്തെങ്കിലും പിണ്ണാക്ക വൈക്കോല കൊടുത്തിട്ട് അത് ചാവാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അതിനുള്ള സ്നേഹം കൊണ്ടല്ല. നാളെ പാല് കിട്ടുന്നുണ്ട്, പാല് കിട്ടി തീരെ അന്ന് അതിനെ കശാപ്പ് ചെയ്യാൻ കൊടുക്കുകയാണ്, ഒരു ദാക്ഷിണ്യമില്ലാതെ. ഞാൻ പശുവിനെ ഞാൻ ഇതൊരു ഒരു പശുവിനെ വെട്ടാൻ കൊടുത്തിട്ടില്ല. തോണി സത്വിക്കോട്ടെ, അത് വിധി അതിൻ്റെ. വളർത്താനല്ലാണ്ട് വെട്ടാനായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടില്ല. എന്തോ ഞാൻ എല്ലാവർക്കും കഴിക്കാറുണ്ട്. സ്ഥിരമായിട്ടൊന്നും കഴിക്കില്ല, ഞാൻ ബീഫ് കഴിക്കാറില്ല. പക്ഷേ ബീഫും ചിക്കനും മട്ടണൊന്നും ഞാൻ കഴിക്കാറില്ല. വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെ ഇതിനുള്ള സ്നേഹം കൊണ്ട് കഴിക്കാതിരിക്കുന്നൊന്നുമല്ല. വേണമെങ്കിൽ കഴിക്കാം, അത്രേ ഉള്ളൂ. അത് എതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞു വിശപ്പിന് തന്നെ, വിശപ്പിന് ഈറ്റിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ദൈവം വേറൊന്നും സൃഷ്ടിച്ചിട്ടില്ല ഇവിടെ. പരസ്പരം കൊന്നു തിന്നാൻ തന്നെയാണ് ഇവിടെ ഇത് ചെയ്തേക്കണം എല്ലാം. ഇപ്പോൾ പറയും പച്ചക്കറിക്കാർ പറയും ഞങ്ങളാരും കൊന്നു തിന്നു. വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ ജീവനുള്ള സംഭവം തന്നെയാണ്. അതിൻ്റെ കൈയും കാലും എരിഞ്ഞൊക്കെ തന്നെയാണ് നമ്മൾ കഴിച്ച് ജീവിച്ചു പോകണത് തന്നെ. അപ്പോൾ അത് ജീവിക്കാൻ വേണ്ടിയാണ്. ഒന്നിനെ കൊന്നു തിന്നും. അപ്പോൾ തിന്നുന്നതിനോടൊന്നും അത് തിന്നാൻ വേണ്ടി ആയിരിക്കണം. അതന്നെ ലാഭത്തിന് വേണ്ടി ആവരുത്. എനിക്ക് വിശപ്പിന് വേണ്ടിയിട്ട് എൻ്റെ വിശപ്പുണ്ടാക്കാനായിട്ട് കൊന്നാ പാവം തീരുന്ന കാരണന്മാർ പറഞ്ഞത് അത് തന്നെയാണ്. ഒന്നുമില്ല, വേറെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഇവിടെ നമുക്ക്. അപ്പം നെല്ലരിച്ചിട്ട് നെല്ലിനും ജീവനുണ്ട്, അതിനാണ് നമ്മൾ അരിയണത്. അതിന് ചിന്തയുണ്ടെന്നൊക്കെ രണ്ടാമത്തെ കാര്യം. അത് ചിന്തയില്ലാണ്ടത് മേപ്പോട്ട് വളരെയില്ലല്ലോ. നെല്ലെന്ത് കീപ്പോട്ട് പോകാത്തത്. അതിന് മേപ്പോട്ട് പോയാലും സൂര്യപ്രകാശം കിട്ടുള്ളൂ, അതിനറിയാം. അപ്പം എല്ലാത്തിനും ചിന്തയുണ്ട്. കൃഷിയിൽ ഇപ്പോഴുണ്ട്. എന്തോ നെൽകൃഷിയുണ്ട്, പൊക്കാളി കൃഷിയുണ്ട്. പിന്നെ കൃഷി നടത്തിയിട്ട് ആരും ഒരു ടാറ്റയും ബിർളയെ അംബാനിയായിട്ടില്ല ഇവിടെ. അങ്ങനെയുണ്ട്. അപ്പോൾ നഷ്ടമാണ് കൃഷി. പിന്നെ ഒരു ആശ്വാസമുണ്ട്, നമ്മൾ ഇത് ചെയ്യണം ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടിയാണ്. ഇല്ല, അത് മാത്രമല്ല, അതും കഴിക്കാറുണ്ട്. ഈശ്വരനിൽ എന്നെ വിശ്വാസമാണ്, എന്നെ വേറെ വിശ്വാസമാണ് ഈശ്വരന്. ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു, ഇപ്പം അമ്പലങ്ങളിൽ പോകാറില്ല. കാരണം എല്ലാ ദൈവത്തിനും പൈസയാണ് വേണ്ടി ഞാൻ നോക്കിയിട്ട്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാത്തിനും പൈസ വേണം. പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. അവർ ചെന്ന് ദൈവത്തിന് ജീവിക്കാൻ മനുഷ്യൻ്റെ കാശ് വേണം. പിന്നെ ഇങ്ങേരുടെ ജോലി എന്താണ്? ആരെ നമ്മളോട് പറയണത് അതാണ് ദൈവം എന്നല്ലേ പറഞ്ഞത്. ദൈവമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതിന് പൂജാരി അല്ലെങ്കിൽ പള്ളിയിലച്ഛന മൊല്ലാക്ക ഒക്കെ വേണം ദൈവമായിട്ട് സംസാരിക്കാൻ. നമ്മളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് പിന്നെ എന്തിനാണ്? എൻ്റെ ദൈവത്തോട് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പിന്നെ ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിച്ച കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഈശ്വരാന്ന് നമ്മൾ അറിയാണ്ടൊക്കെ വിളിച്ചു ഇല്ലെന്ന് പറഞ്ഞില്ല. ഇപ്പം എനിക്ക് വിശ്വാസമില്ല.
ആ ഒരു സങ്കല്പത്തോട് തന്നെ വിശ്വാസമില്ല. ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിലേ കുഞ്ഞുനാളിൽ തുടങ്ങി കയറ്റിവിട്ട സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈശ്വരാന്നൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകും. ഞാൻ ഇല്ലെന്നൊന്നും പറയാനില്ല. പക്ഷേ ഇതെല്ലാം വെറും അർത്ഥശൂന്യം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ കുറേ ആളുകൾ ജീവിക്കണം, ദൈവത്തിന് വിറ്റ് ജീവിക്കണം. അതറിയാം, ഇവർക്കറിയാം, മലയാളികൾക്കറിയാം ഇതും വിൽക്കണം. എന്നിട്ടും അതിന് കൂട്ടുവെക്കണം എന്നുള്ളതാണ്. എല്ലാം തട്ടിപ്പാണ്. നമ്മൾ ഓരോ അടുത്തോട്ട് ചെല്ലുന്തോറും തട്ടിപ്പാണെന്നുള്ള ഇങ്ങനെ മനസ്സിലാവുകയാണ്. ദൈവത്തിനെ കാണാൻ 2 ക്യൂ, VIP ക്യൂ, അല്ലാത്ത ക്യൂ, പാവപ്പെട്ടവനൊരു ക്യൂ. ഏത് ദൈവമാണ് അങ്ങനെയുള്ളത്? ഒരു വഴിപാടുകൾക്ക് എത്ര രൂപയാണ്? ഇതൊക്കെ നടത്തുന്നത് സാധാരണക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൽ വിശ്വാസമില്ല. ഇപ്പം അറിയാതെയൊക്കെ ചിലപ്പോൾ കൈകൊണ്ട് തൊഴുതു പോയിട്ടുണ്ട്. ഇതൊക്കെയാണല്ലോ അറിഞ്ഞിട്ടും. കാരണം എൻ്റെ ചെറുപ്പത്തിലേ അച്ഛനമ്മമാർ എൻ്റെ കുത്തിവെച്ചെന്ന രക്തമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ പാർട്ടിയിലേക്ക് പോയാലും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സ്നേഹമുണ്ടോ, കാരണം ചെറുപ്പത്തിലെ കുത്തിവെച്ചതാണ്. അതേപോലെ ദൈവവിശ്വാസം എന്ന് വെച്ചതാണ്. അപ്പോൾ എങ്ങനെ ഞാൻ പോകാറില്ല. ശബരിമലയ്ക്ക് 18 വർഷം പോയിട്ടുണ്ട്. അപ്പോൾ ഏത് പള്ളിയിൽ ഞാൻ പോകാറുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോകാറുണ്ട്. അത് എല്ലായിടത്തും ചെല്ലുമ്പോഴാണ് പൈസയുടെ പരിപാടിയുള്ളൂ.